റൈറ്റ്. കേരളം ഏത് നീക്കം നടത്തിയാലും അത് കേരളത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയാണെന്ന് സർക്കാർ പറയുന്നു. സർക്കാർ അതിനുവേണ്ടി വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അത് ഏറ്റെടുക്കാനോ ഉൾക്കൊള്ളാനോ കേരളത്തിലെ പ്രതിപക്ഷം സന്നദ്ധമേ അല്ല എന്നുള്ള ഒരു മനോഭാവം നമുക്ക് ഈ ചർച്ചയിൽ മനസ്സിലാകുന്നത് ഇവിടെയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രം സ്പെസിഫിക്കായി എസ് കെ സജീഷ്, ഞാൻ അതിനുശേഷം ശ്രീകൃഷ്ണദാസിലേക്ക് വരാം. അതായത് ഇവിടെ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം, ധവളപത്രം എന്ന് പറയും. നിയമസഭ ധവളപത്രം പുറത്തിറക്കിയാൽ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഭരണപ്രതിപക്ഷങ്ങൾക്കിടയിൽ ഇത് ചർച്ച ചെയ്ത് കേരളത്തിനകത്ത് ഇവിടെ യഥാർത്ഥത്തിൽ പണം തരേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരള നിയമസഭ ധവളപത്രം പാസ്സാക്കിയാൽ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്താൽ അത് പ്രസിദ്ധീകരിച്ചാൽ അത് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള അതിനനുസരിച്ച് പ്രവർത്തിക്കും കേന്ദ്ര സർക്കാർ എന്ന് കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നത് അതിനേക്കാൾ ഗൗരവമുള്ളൊരു നീക്കമാണ്. സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് പോകും. ബന്ധപ്പെട്ട ധനകാര്യ മന്ത്രാലയത്തിന് കേരളത്തിൻ്റെ ആക്ഷേപങ്ങളെ, റിലീഫുകളെ, ചോദ്യങ്ങളെ, ആവശ്യങ്ങളെ നിരാകരിക്കേണ്ടതായി വരും. നിരാകരിക്കുന്നതിന് അനുപാതമായിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കേണ്ടി വരും. കേരളത്തിൻ്റെ കണക്കുകൾ വെച്ച് തന്നെ യഥാർത്ഥത്തിൽ ഒരു പരിഹാരത്തിലേക്ക് പോകാം. സുപ്രീം കോടതി എന്ന വളരെ സുപ്രധാനമായ പരമോന്നത കോടതിയിലേക്ക് ഇനി വിഷയത്തെ എത്തിക്കുകയാണ് കേരളം. പക്ഷേ അതിനെ കാണാൻ പ്രതിപക്ഷം തയ്യാറാകുന്നേ ഇല്ലല്ലോ. ധവളപത്രം എന്ന നിലയിലേക്ക് മാത്രം അവർ നിൽക്കുകയാണ്. സജീഷ്, അതേക്കുറിച്ച്. ശ്രീ ശരത്ത്, അതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഉറങ്ങുന്ന ഒരാളെ ഉണർത്താൻ വേണ്ടി കഴിയും, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്ന ആളുകളുടെ കാര്യത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഇവിടെ ശ്രീകുമാറും അതുപോലെ തന്നെ ശ്രീ വി ഡി സതീശനും ശ്രീ കെ സുധാകരനുമെല്ലാം കോൺഗ്രസിനകത്തുള്ള ഒരു BJP പക്ഷമാണ്. BJPക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും BJP പറയേണ്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടരിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ദേഹമാണ് ഇവിടെ നമ്മളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ധവളപത്രം എന്നെല്ലാം പറയുന്നത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറയുന്നതാണ്. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് വളരെ കൃത്യമായി നിയമസഭ രേഖയാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നിന്ന് ₹1 നികുതിയായി കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് 25 പൈസ മാത്രമാണ്. എന്നാൽ ഉത്തർപ്രദേശിലേക്ക് ₹1 നികുതി കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത് ₹2.72 ഈ വിവേചനത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇത് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പത്രം ഇറക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒറ്റ വാചകത്തിലെങ്കിലും മലയാളികൾക്ക് വേണ്ടി പറയാൻ കോൺഗ്രസ് തയ്യാറാകണ്ടേ? ഇവിടെ നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അതിന് മറുപടി പറയണം. ഒന്ന്, 10ാം കമ്മീഷന്റെ ഭാഗമായി ഇവിടെ 3.9% നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം ഇപ്പോൾ ഏറ്റവും കുറച്ച് അവസാനം 1.9% മാറ്റിയിരിക്കുന്നു. അതിന് അദ്ദേഹം പറയുന്നത് 10ാം കമ്മീഷന്റെ കാലം അതായിരുന്നു, ഇപ്പോൾ കാലം വേറെയാണ് എന്നാണ്. ഇവിടെ കേരളത്തിൻ്റെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ 2.87% ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. ആ പരിഗണനയെങ്കിലും കേരളത്തിന് നൽകണമല്ലോ. ആ പരിഗണന നൽകുന്നുണ്ടോ? ഇനി കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന GSTയിലേക്കുള്ള കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പരിശോധിച്ചാൽ നമുക്കത് കാണാമല്ലോ. രാജ്യത്തിൻ്റെ GDPയിലേക്ക് കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 4.2%. ഈ 4.2% കേരളം കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ GDPയിലേക്ക് നടത്തി കൊടുക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര 15.7% ഇന്ത്യയുടെ GDPയിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ ജനസംഖ്യയും മഹാരാഷ്ട്രയിലെ ഭൂവിസ്തൃതിയും പരിശോധിച്ചാൽ, ഈ അനുപാതത്തിൽ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ GDPയിലേക്ക് സംഭാവന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തെയാണ് ഈ ഇങ്ങോട്ട് തരുന്ന കേന്ദ്ര വിഹിതത്തിന്റെ കാര്യത്തിൽ ഇത്രയേറെ വെട്ടിക്കുറച്ച് നമ്മുടെ ജനസംഖ്യ പോലും പരിഗണിക്കാതെ വെട്ടിക്കുറക്കുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഇവിടെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഒന്ന്, ഈ വളരെ വേഗത്തിൽ ആളുകളെ തീർച്ചയായും ഞാൻ ചുരുക്കി തന്നെ പറയാം. സാങ്കേതികമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ശ്രീകുമാർ വന്ന് BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴും BJPക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ വേണ്ടി കഴിയുന്ന സഖ്യശത്രുവാണ് ഇപ്പോൾ കോൺഗ്രസ് എന്ന് കാണണം. മുഖ്യശത്രുവല്ല, സഖ്യശത്രുവാണ് ഇപ്പോൾ BJPയുടെ സഖ്യശത്രു എന്നുള്ള വിശേഷണമായിരിക്കും നന്നാവുക. കാരണം ശത്രുവായി നിൽക്കുകയും എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ആളുകളെ പർച്ചേസ് ചെയ്ത് മിത്രമാക്കി മാറ്റാൻ വേണ്ടി കഴിയുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ രാജ്യത്തുണ്ടാകുന്നത്. നല്ല നട്ടലുറപ്പോടുകൂടി കർണാടകത്തിലെ ഗവൺമെന്റിനെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ നാട്ടുകാരെടുത്ത് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നതുകൂടി ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു തീർത്തുമില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായതാണ്. അത് സതീശന്റെയും സുധാകരന്റെയും ഒക്കെ വാഗ്ധോരണിക്കപ്പുറത്തേക്ക് ജനങ്ങൾ കണ്ടതാണ്. പിന്നെ അവർ അലോസരപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
മഹാജനസഞ്ചയം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹാജനസഞ്ചയം വരുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാകുന്നു. രാജ്യത്തെ മികച്ച നിലയിൽ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നു. ഇന്നും പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ വേണ്ടി കഴിയുന്നു. ഏറ്റവും കൂടുതൽ PSC വഴി ജോലി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. 4 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ മറ്റൊന്നും പോകുന്നില്ല സമയപരിമിതി മൂലം. ഇങ്ങനെയെല്ലാം നേട്ടങ്ങളുടെ പട്ടിക ദേശീയ തലത്തിൽ നിരന്തരം കേരളം അംഗീകരിക്കപ്പെടുന്നതിന്റെയും വിവിധ റാങ്കിങ്ങുകളിൽ ഒന്നാമത് നിൽക്കുന്നതിന്റെയും ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും കേരളം മുന്നേറ്റത്തിന്റെ ഒരു പാതയിലൂടെ, അത് കേരളത്തിന്റെ കണക്ക് പ്രകാരം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ എല്ലാം കേരളമാണ് മുന്നിൽ. ഇവിടെ പറഞ്ഞ നേരത്തെ വരുമാനവും തനത് വരുമാനവും എല്ലാം വർദ്ധിപ്പിച്ചതാണ് കേരളം. വർദ്ധിപ്പിച്ചതാണ്, രാജ്യത്തിന് മാതൃകയായി വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ്. കേരളത്തിന് ആകെ കുറഞ്ഞത് കേന്ദ്ര വിഹിതം മാത്രമാണ്. അവിടെയാണ് നേരത്തെ ശ്രീകുമാർ അതിനോട് യോജിക്കാതിരുന്നത്. അതിന് AGയുടെ കണക്കുണ്ടല്ലോ എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വരാം താങ്കളിലേക്ക്, താങ്കൾ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. യെസ്, ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആകാമല്ലോ.